ഹലോ, നമ്മൾ ഇന്നത്തെ വീഡിയോ ഓർഗാനിക് ഹാൻഡ് കോൺസിനെ കുറിച്ചിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതായത് ഇപ്പം ഇന്നത്തെ കാലത്ത് ഒരു 75% എബോ ആൾക്കാരും യൂസ് ചെയ്യുന്നത് ഓർഗാനിക് ഹാൻഡ് കോൺസ് തന്നെയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ഓർഗാനിക് ഹാൻഡ് കോൺസ് യൂസ് ചെയ്യുന്നു, പക്ഷേ നമ്മൾ എന്താണ് ഒരു പ്രോപ്പറായിട്ടുള്ള ആഫ്റ്റർ കെയർ കൊടുക്കുന്നില്ല. നമ്മൾ ഹാൻഡ് കോൺസ് യൂസ് ചെയ്യുന്നത് പോലെ തന്നെ അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതിന് പ്രോപ്പറായിട്ടുള്ള ആഫ്റ്റർ കെയർ കൊടുക്കുക എന്നുള്ളത്. എന്നാൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന സ്റ്റെയിന് നമ്മളെ ഹാൻഡ് കോൺ നമ്മളിട്ട മെഹന്തിക്ക് കിട്ടും. അല്ലാണ്ട് നമ്മളിപ്പം ഒരു ഹാഫ് ആൻ അവർ വെച്ച് ജസ്റ്റ് വെള്ളത്തോടെ അങ്ങ് കഴുകി കളഞ്ഞ് അതിനെ കൊണ്ട് നമുക്ക് നമ്മൾ വിചാരിക്കുന്ന സ്റ്റെയിൻ കിട്ടില്ല. പിന്നെ നമ്മളൊരു കോണിനെയോ ഒരു മെഹന്തി ആർട്ടിസ്റ്റിനെയോ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരു കോണ് യൂസ് ചെയ്തിട്ടാകുമ്പോൾ ഡിസൈൻ കയ്യിൽ ചെയ്തിട്ടാകുമ്പോൾ ഒരു 6 to 8 മണിക്കൂർ വരെ നിർബന്ധമായിട്ട് നമ്മൾ ഓർഗാനിക് കോണ് കയ്യിൽ ഉണ്ടാവണം. നമ്മളിട്ട മൈലാഞ്ചി നമ്മളെ കയ്യിൽ ഉണ്ടാവണം. അതിന് ശേഷം നമ്മളിത് കഴുകി കളയാൻ പാടില്ല. നമ്മൾ ഓയിലോ ആഫ്റ്റർ കെയർ ബാംസോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ച് നമ്മളെ കയ്യിൽ തടവിയിട്ട് നമ്മൾ അടത്തി കളയാനേ പാടില്ല. അല്ലാണ്ട് വെള്ളം കൊണ്ട് കഴുകി കളയാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ മെഹന്തി കയ്യിലിട്ടിട്ടാകുമ്പം അത് ഡ്രൈ ആകുമ്പം നമ്മൾ ഒരു സീലൻ സ്പ്രേ ഉണ്ടെങ്കിൽ സീലൻ സ്പ്രേ അടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഒരു വലിയ ചെറുനാരങ്ങ ഒരു ബൗളിൽ പിന്നെ അതിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് മിക്സ് ചെയ്ത് നമ്മളൊരു ടിഷ്യൂവോ ഒരു ക്ലോത്താറ്റോ വെച്ച് ഒപ്പിക്കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മളെ ഈ മൈലാഞ്ചി കയ്യിൽ നിന്ന് അടർന്നു പോവില്ല. അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഓയിലോ എന്തെങ്കിലും വെച്ചിട്ട് റിമൂവ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞൊരു 1 hour കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ വെള്ളം ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് കഴുകുക. പിന്നെ നമ്മൾ ഓർഗാനിക് കോണിൽ നിന്നുള്ളത് ടൈം കഴിയുന്നതിനാണ് സ്റ്റെയിന് കൂടിക്കൂടി വരാം. അതായത് ഒരു 24 മണിക്കൂർ 48 മണിക്കൂറെല്ലാം കഴിയുമ്പോൾ കളറ് കൂടിക്കൂടി വരാം. അതുകൊണ്ട് തന്നെ നമ്മൾ 2-3 ദിവസത്തേക്ക് സോപ്പ് തട്ടിക്കാനേ പാടില്ല. നിങ്ങളങ്ങനെ സോപ്പ് തട്ടിച്ചാൽ നിങ്ങളെ കയ്യിൽ ഉള്ള സ്റ്റെയിന് അവിടെ തന്നെ സ്റ്റോപ്പായി പോകും. പിന്നെ സ്റ്റെയിൻ കിട്ടില്ല. പിന്നെ നമ്മളൊരു കോണിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ഇന്നയാളെ കോണ് ഇങ്ങനെ സ്റ്റെയിൻ ഇല്ല അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ കോണ് യൂസ് ചെയ്തതിന് ശേഷം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ആഫ്റ്റർ കെയർ ചെയ്യുക എന്നുള്ളത്. നിങ്ങൾ മാക്സിമം ആഫ്റ്റർ കെയർ ചെയ്യാൻ നോക്കുക. മാക്സിമം അല്ല, നിർബന്ധമായിട്ടും ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങളെ മെഹന്തിക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു സ്റ്റെയിൻ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുക.